നായകമണി ചുവർ ചിത്രങ്ങളിൽ ഏറ്റവും അധികമായി കാണപ്പെടുന്ന ഒരു ഡിസൈൻ. കിരീടത്തിലും അച്ചങ്ങളിലും, അതായത് മാലകളിലും കൈത്തളങ്ങളിലും ഒക്കെ വളരെ പ്രധാനപ്പെട്ട ഭാഗത്താണ് ഈ നായകമണി വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇതിനെ നായകമണി എന്ന് പേര് ലഭിച്ചത്. മ്യൂറൽ പെയിന്റിംഗ് പഠിക്കുമ്പോൾ ഏറ്റവും ആദ്യമായി പഠിക്കുന്ന ചില ബേസിക് ഡിസൈനുകളിൽ ഒന്നാണ് നായകമണി. വളരെ എളുപ്പത്തിൽ വരയ്ക്കാൻ സാധിക്കുന്ന ഈ ഡിസൈൻ കിരീടം, അതുപോലെ തന്നെ മാലകൾ, കൈത്തളകൾ എന്നിവ വരയ്ക്കുമ്പോൾ സാധാരണയായി അതിൻ്റെ സെന്റർ ഭാഗങ്ങളിൽ ഉപയോഗിക്കാറുണ്ട്. നായകമണിയുടെ ബേസിക് ഡ്രോയിങ് എങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ആദ്യമായി ഇതുപോലെ വളരെ സിമ്പിളായി പെൻസിൽ കൊണ്ട് വരച്ചതിനു ശേഷം ബ്ലാക്ക് ഇങ്ക് ഉപയോഗിച്ച് അതിനെ തെളിയിച്ചെടുക്കാം. ഈ ഡിസൈൻ ഇതുപോലെ വരച്ച് പ്രാക്ടീസ് ചെയ്യുന്നത് മ്യൂറൽ പെയിന്റിംഗ് ചെയ്യാൻ കൂടുതൽ സഹായകമായിരിക്കും.